ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രില്യൻ ഓൾറൗണ്ട് ഡിസ്പ്ലേ. ഇന്ത്യയുടെ ഈ ഒരു വിജയത്തെ മറ്റെന്താണ് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടത്? കാരണം ബാറ്റിംഗിലും ബൗളിംഗിലും ഒക്കെ ഒരേപോലെ മികവ് കാട്ടിക്കൊണ്ട് എന്തുകൊണ്ടും സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടി ടീം ഇന്ത്യ സ്വന്തമാക്കിയെടുത്ത ഗംഭീര വിജയമാണിത്. എല്ലാം കൊണ്ടും ഒന്നൊന്നര വിജയം. ബാറ്റിംഗിൽ സഞ്ജുവും അഭിഷേകും ചേർന്ന് നൽകിയ മികച്ച തുടക്കം, പിന്നീട് ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും വെടിക്കെട്ട് പൂരം, സൗത്ത് ആഫ്രിക്കയെ മറുപടി ബാറ്റിംഗിൽ കറക്കി വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയുടെ മാജിക്കൽ ബൗളിംഗ്, അതേപോലെ ജസ്പ്രീത് ബുംറ. ബുംറ ആരാണ് എന്താണെന്നൊക്കെ ചിലർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം രണ്ട് ടീമും 200+ സ്കോർ ചെയ്ത മത്സരം, അതും ടോട്ടൽ 432 റൺസ് വന്ന മത്സരം. ബാക്കിയുള്ള ബോളേഴ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് റൺസ് വഴങ്ങുമ്പോഴും അവിടെ ഒരു അൺറിയൽ സ്പെല്ല് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്ക് ഹിം ഡിഫറെന്റ്. 4 ഓവറിൽ 2 വിക്കറ്റ് എടുത്തു 17 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് 4.2 എക്കണോമിയിൽ അൺറിയൽ സ്പെല്ല് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പിന്നെ വരുൺ ചക്രവർത്തിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. നമ്പർ 1 T20 ബോളറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേർത്ത് കാണിച്ചു തരികയാണ്. അത്യാവശ്യം റൺസ് വാങ്ങിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ 4 പ്രധാന വിക്കറ്റുകളാണ് ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. റീസ ഹെൻഡ്രിക്സ്, ഐഡൻ മാർക്രം, ഡൊണോവൻ ഫെരേര, ജോർജ് ലിൻഡെ, ഇങ്ങനെ 4 സുപ്രധാന വിക്കറ്റുകൾ. സുഹൃത്തുക്കളെ, വീഡിയോ തുടരും മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് അങ്ങോട്ടും പ്രതീക്ഷിക്കുകയാണ്. ജനുവൻ ക്രിക്കറ്റ് വാർത്തകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 231 എന്ന പടുകൂറ്റൻ സ്കോറാണ് അടിച്ചു കൂട്ടിയത്. സഞ്ജു സാംസൺ 22 പന്തിൽ 37 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ട്. കുറേയധികം മത്സരങ്ങൾക്ക് ശേഷം സഞ്ജുവിന് ഒരു അവസരം ലഭിക്കുകയായിരുന്നല്ലോ. അതും മാത്രമല്ല, ആഫ്റ്റർ ലോങ് ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിന് അതും തന്റെ ഇഷ്ട പൊസിഷനായിട്ടുള്ള ഓപ്പണിംഗിൽ തന്നെ അവസരം ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇമ്പാക്ട് കൊണ്ട് സഞ്ജു സാംസൺ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ കുറിച്ചിട്ടുണ്ടായിരുന്നതും. അതേപോലെ 21 പന്തിൽ 34 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ മറ്റൊരു വെടിക്കെട്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന് എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? 25 പന്തിൽ 63 റൺസ്. എന്തൊരു ക്ലച്ച് പ്ലെയർ ആണ് പാണ്ഡ്യ. വാട്ട് എ പെർഫോമൻസ്! എന്തൊരു ഗംഭീര പ്രകടനമായിരുന്നു അത്. പിന്നെ തിലക് വർമ്മ ആസ് ഓൾവേസ് ഇന്നും പൊളിച്ചടുക്കിയിട്ടുണ്ട്. 42 പന്തിൽ 73 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയുടെ നെടും തൂണായി മാറിയെന്ന് തന്നെ പറയേണ്ടി വരും. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിച്ച ക്വിന്റൻ ഡിക്കോക്ക് ഇന്ത്യക്ക് ഒരു തലവേദനയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 118 എന്ന ശക്തമായ നിലയിലുമായിരുന്നു. കളിയുടെ 11ാമത്തെ ഓവറിൽ 65 റൺസ് എടുത്ത ഡിക്കോക്കിനെ ജസ്പ്രീത് ബുംറ പുറത്താക്കിയതാണ് മത്സരത്തിൽ ശരിക്കും ഒരു വൈത്തിരിവായി മാറിയത്. പിന്നാലെ ബ്രവിസിനെ ഹാർദിക് പാണ്ഡ്യയും പുറത്താക്കി. ബ്രവിസ് 31 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുണിന്റെ മായാജാല ബൗളിംഗ് ആണ് നമ്മൾ കണ്ടത്. ഒടുവിൽ 4 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നതും. ഈ ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ സീരീസും വരുൺ ചക്രവർത്തി തന്നെ. ഹാർദിക് പാണ്ഡ്യയും അതേപോലെ അർഷ്ദീപ് സിംഗും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും വീഴ്ത്തി. ഈ ഒരു മത്സരത്തിൽ സഞ്ജു ഉണ്ടാക്കി ഇമ്പാക്ട് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. 22 പന്തിൽ 37 റൺസ് എടുത്തു. അതും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഈ ഒരു സീരീസിലുടനീളം അടിച്ചതിനേക്കാൾ കൂടുതൽ റൺസ് ഒരൊറ്റ മത്സരത്തിൽ നിന്ന്. കൂടാതെ 2 ക്യാച്ചുകളും 2 റിവ്യൂ ഡിസിഷൻസും. T20 ടീമിൽ ഒരു 1.5 കംബാക്ക് തന്നെ സഞ്ജു സാംസൺ നടത്തിയിട്ടുണ്ട്. ബാക്കി ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ. അദ്ദേഹത്തിന് സ്ക്വാഡിൽ എടുക്കണമോ വേണ്ടയോ, പ്ലേയിങ് ലെവലിൽ കളിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ. ഏതായാലും അദ്ദേഹം 100% ഡിസേർവ്ഡ് ആണെന്ന് ഒരു തർക്കവുമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.